എൻ്റെ പേര് റൈസ വിമൽ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഫെബ്രുവരി 14 2022 ഇവിടെ ഉടമ്പടി എടുത്തത്. ഞാനൊരു BSc നേഴ്സാണ്. ഞാൻ കല്യാണത്തിന് മുമ്പ് 2 വർഷമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഞാൻ BSc നേഴ്സിംഗ് പാസ് ഔട്ട് ആയത് 2013 അതിനുശേഷം 2 വർഷമേ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം പിള്ളേരായതിനു ശേഷം കുഞ്ഞുങ്ങളെ നോക്കാൻ അറിയാത്ത കാരണം വർക്ക് ചെയ്യാൻ പോകാൻ പറ്റാതെയായി. അങ്ങനെ 6 വർഷം ഗ്യാപ്പായി. അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ PSC ആശ്രയിച്ചിരുന്നത്. പക്ഷേ ഫെബ്രുവരി 14 1 വർഷം തികയുന്നതിന് മുമ്പ് മാതാവ് എനിക്ക് തൃശ്ശൂർ എലൈറ്റ് ഹോസ്പിറ്റലിൽ 14 എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു. മാർച്ച് 1 എനിക്ക് ജോയിൻ ചെയ്യണം. അങ്ങനെ മാതാവിൻ്റെ അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ് എനിക്ക് ജോലി ലഭിച്ചു. 6 വർഷം ഗ്യാപ്പുള്ള എൻ്റെ മെറിറ്റിനെ തടഞ്ഞ് മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് ജോലി കിട്ടി. അതെ, ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്നു ഹോസ്പിറ്റലിൽ. പക്ഷേ ഗ്യാപ്പ് കാരണം അവിടെ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ PSC ആശ്രയിച്ചത്. പക്ഷേ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ഫലമായി 1 വർഷം തികയുന്നതിന് മുമ്പ് എനിക്ക് ഇവിടെ വന്ന് എനിക്ക് ഇൻ്റർവ്യൂവിൽ കിട്ടുകയും ഞാൻ മാർച്ച് 1 ബുധനാഴ്ച ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. പിന്നെ എനിക്ക് 12 വർഷമായിട്ട് ഞാൻ BSc നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് മൈഗ്രെയിൻ്റെ അസുഖം വന്നത്. അത് എനിക്ക് LED ബൾബിൻ്റെ ലൈറ്റിൽ അതാണ് എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നത്. വന്നു കഴിഞ്ഞാൽ ഛർദിയും തലവേദനയും ഒരു ദിവസം അങ്ങനെ തന്നെ നഷ്ടമാവും. അങ്ങനെ ഉടമ്പടി എടുത്ത് ആദ്യത്തെ 1 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും മൈഗ്രെയിൻ വന്നു. അങ്ങനെ ഞാൻ ഇവിടെ വിശുദ്ധ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു, പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി. പിന്നെ ഇതുവരെ എനിക്ക് മൈഗ്രെയിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് 4ാം ക്ലാസ് മുതൽ എൻ്റെ ഈ വലത്തെ ചെവിയിൽ വെള്ളം പോയിട്ട് പഴുപ്പും വേദനയും ഉണ്ടായിരുന്നതാണ്. അങ്ങനെ കഴിഞ്ഞ വർഷം നവംബറിൽ വീണ്ടും ആ ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ ചെവിയിൽ പഴുപ്പ് എന്നൊക്കെ പറഞ്ഞൊരു സാക്ഷ്യം പറയണ്ടായിരുന്നു. ആ ചേച്ചി ഉടമ്പടി തൈലം ബഡ്സിലാക്കി ചെവിയിൽ പുരട്ടുന്നത് ആ സാക്ഷ്യമാണ് ഞാൻ കേട്ടത്. അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. ഡോക്ടർ പറഞ്ഞു ഈ ചെവിക്ക് ചെറിയൊരു കേൾവി കുറവൊക്കെ ഉണ്ട്, പോക്കാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഡോക്ടർ മരുന്നൊന്നും ഉപയോഗിച്ചില്ല. ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ചെവിയിൽ തുടക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞു തൻ്റെ ചെവി ക്ലിയറാണ്, ഇപ്പോൾ ഒരു പഴുപ്പും ചെവിയിലില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടുത്തെ ഉടമ്പടി തൈലം ഉപ്പ് ഇത് എല്ലാം വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളിൽ രോഗത്തിൻ്റെ മുക്തി കിട്ടി. അതുപോലെ തന്നെ അവരിൽ കൊന്തയിടാനുള്ള ആഗ്രഹമുണ്ടായി. അല്ലെങ്കിൽ കൊന്ത കൊടുത്ത കുഞ്ഞുങ്ങളിടാത്തതാണ്, പക്ഷേ അവർ കൊന്തയിടാനും മാതാവിനോട് ഭയങ്കര പ്രാർത്ഥനയൊക്കെയുള്ള കുഞ്ഞുങ്ങളായി മാറി. വാശിയുള്ളവരായിരുന്നു, ഇപ്പോൾ വാശിയൊക്കെമായി ശാന്തരായി. അതുപോലെ എന്നെ 1 കൊരിന്ത്യർ 15:10 ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അതുപോലെ തന്നെ 1 പത്രോസ് 5:6 നിൻ്റെ ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൽ നീ താഴ്മയോടെ നിൽക്കുവാൻ അവിടെ നിന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. നിൻ്റെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കാൻ അവിടെ നിൻ്റെ കാര്യം ശ്രദ്ധാലുവാണ്. എന്നെ ഈ അമ്മയുടെ മുമ്പിൽ സാക്ഷിയാക്കി ഉയർത്തിയതിന് എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു ലോണിൻ്റെ തുക കിട്ടാനുണ്ടായിരുന്നു. അത് കൊറോണ സമയത്തായിരുന്നപ്പോൾ അത് തിരിച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് 3 ലക്ഷത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. ആ വ്യക്തിക്ക് തിരിച്ച് കൊടുക്കാനുള്ള അവസ്ഥ ഉണ്ടായില്ല. ആ തുക മറിച്ച് പല സ്ഥലം വാങ്ങാനൊക്കെ ഉപയോഗിച്ച കാരണം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അത് അങ്ങനെ ഒരു തടസ്സം ഉണ്ടായ കാരണം ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. പക്ഷേ ആ വ്യക്തിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാശ് തിരിച്ചു കൊടുക്കാനും തുക മുഴുവൻ തിരിച്ചു തരാൻ സഹായിച്ചു. മാതാവിന് ഈശോയ്ക്ക് നന്ദി. കൃപാസന മാതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ പേര് ലിൻസി പ്രിൻസ്. ഞാൻ കൊല്ലം ശൂനാട് വലിയപള്ളി ഇടവകയിൽ നിന്ന് വരുന്നു.
ഞാൻ മുംബൈയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാനാണ് ഞാനിപ്പം കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുന്നത്. ആദ്യമേ തന്നെ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ മാപ്പ് അപേക്ഷിക്കുന്നു. ഞാൻ സാക്ഷ്യം പറയാൻ ഇത്രയും ലേറ്റായതിന്. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി മുംബൈയിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോയി. അവിടെ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്കാൻ ചെയ്തപ്പം എനിക്ക് ഹോർമോണിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങനെ റിപ്പോർട്ടുകളെല്ലാം ഡോക്ടർ കണ്ടു. പറഞ്ഞപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, അപ്പം 3 ഇഞ്ചക്ഷൻ തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പം 3 ഇഞ്ചക്ഷൻ, ഒരു ഇഞ്ചക്ഷൻ 1500 രൂപയാണ്. അപ്പം ഒരു ദിവസം വെച്ച് ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് അങ്ങനെ 3 ദിവസം ഇഞ്ചക്ഷൻ ചെയ്തു. 3 ദിവസം അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ സ്കാൻ ചെയ്തതിന് ശേഷം ഡോക്ടറിനെ കൊണ്ടുവന്ന ഹസ്ബൻഡ് ഞാനും കൂടെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹോർമോൺ വളരെ കുറവ് തന്നെയാണ്, ഒന്നും കൂടിയിട്ടില്ല എന്ന് പറഞ്ഞു. നമുക്കെന്നാൽ ഒരു കാര്യം കൂടി ചെയ്യാം, നമുക്ക് 12 ഇഞ്ചക്ഷനും കൂടി ചെയ്യാം. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ മുഖം വല്ലാതെ വരുന്ന കണ്ടപ്പോൾ അവർ പറഞ്ഞു പേടിക്കണ്ട, കാരണം അവിടെ എന്നെപ്പോലെ തന്നെ ഹോർമോണിൻ്റെ പ്രശ്നമുള്ള കുറേ പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ റിപ്പോർട്ടും കാര്യങ്ങളും എന്നെ കാണിച്ചിട്ട് പറഞ്ഞു ഇവർ 30-40ഓളം ഇഞ്ചക്ഷൻ ചെയ്തവരുണ്ട്, അവർക്കും ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് എന്തായാലും നമുക്ക് തുടങ്ങാം, 12 ഇഞ്ചക്ഷൻ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം അതെല്ലാം കേട്ട് ഞാൻ നേരെ എൻ്റെ ഹസ്ബൻഡിനെ കൂട്ടി എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അന്നേരം പപ്പയും മമ്മിയും ഡോർ തുറന്നപ്പോഴേ അവരെന്നോട് ചോദിച്ചത് എന്താണ് ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞതെന്നാണ് ചോദിച്ചത്. അപ്പം എടുത്ത വായിൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കുഞ്ഞുങ്ങളുണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്, വീണ്ടും 12 ഇഞ്ചക്ഷൻ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പപ്പായ്ക്കും മമ്മിക്കും ആകെ സങ്കടം വന്ന് അപ്പം മുതലേ അവർ പ്രെയർ ചെയ്യാൻ തുടങ്ങി. അന്നേരം അങ്ങനെ ഒരു സ്ഥിതിക്കാണ് മമ്മി യൂട്യൂബ് തുറന്നപ്പോൾ അങ്ങനെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോസും പിന്നെ അവിടുത്തെ സാക്ഷ്യങ്ങളും കേൾക്കാൻ തുടങ്ങിയത്. പിന്നെ കണ്ടിന്യൂസ് എപ്പം ഫോൺ തുറന്നു കഴിഞ്ഞാലും കാണുന്നത് യൂട്യൂബിൽ കൃപാസന മാതാവിൻ്റെ സാക്ഷ്യങ്ങളാണ് കേൾക്കുന്നത്. അപ്പം ദിവസവും അങ്ങനെ ഞങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. എനിക്കും മമ്മി ഇട്ട് തരുമായിരുന്നു. അപ്പോൾ ഞാനും അങ്ങനെ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു തീരുമാനം എടുത്തു, എന്തായാലും നമുക്കിനി ഇഞ്ചക്ഷൻ ചെയ്യാൻ പോകണ്ട, നമുക്ക് എങ്ങനെയായാലും നമുക്ക് മാതാവ് തരും എന്നുള്ളത് പപ്പയും മമ്മിയും പിന്നെ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു നമുക്കിനി ഇഞ്ചക്ഷൻ ചെയ്യാൻ പോകണ്ട എന്ന് പറഞ്ഞു. അപ്പം അത് കേട്ട് പിന്നെ എൻ്റെ ഒരു ആൻറ്റി ഇതുവരെ കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനകളും കാര്യങ്ങളും തന്നിരുന്നു. അപ്പം രാവിലെയും രാത്രിയിലായിട്ട് എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ ഹസ്ബൻഡും വേറെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നോണ്ടും ഞങ്ങളും പ്രാർത്ഥിക്കുമായിരുന്നു, ഇവിടെ പപ്പയും മമ്മിയും പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അവരോരോ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന ചൊല്ലി വരുമ്പം നിയോഗത്തിൽ അവർ പറയായിരുന്നു, പപ്പയും മമ്മിയും പ്രാർത്ഥിച്ച് പറയായിരുന്നു എൻ്റെ മകൾക്ക് ഒരു ഇഞ്ചക്ഷനും ഒന്നും തന്നെ കൂടാതെ എനിക്ക് എൻ്റെ മാതാവ് ഒരു കുഞ്ഞിനെ തരുകയാണെങ്കിൽ അടുത്ത വെക്കേഷന് വരുമ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, കുഞ്ഞിനെയും കൊണ്ട് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ തുടരെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 2 ആഴ്ച ആയപ്പോഴത്തേക്കും ഞാൻ ഒന്നും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ടൊന്ന് ചെക്കപ്പ് ചെയ്തപ്പം അവർ പറഞ്ഞു ഞാൻ കൺസീവ് ആണെന്ന് പറഞ്ഞു. ആ സന്തോഷ വാർത്ത അപ്പം തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പപ്പയും മമ്മിയും അറിയിച്ചു. അവർ ഉടനെ തന്നെ വെക്കേഷൻ ടൈം ആയപ്പോൾ ഉടനെ തന്നെ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. പപ്പ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2018 ജൂൺ 12-ാം തീയതിയാണ് പപ്പ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടിയാണ് പപ്പ എടുത്തത്. അതിനുശേഷം 2020 ജനുവരി 19 കൃപാസന മാതാവ് എനിക്കൊരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു.